നമസ്കാരം. ബിഗിനർ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എക്സലിൻ്റെ ഇൻ്റർഫേസും ഒരു എക്സൽ വർക്ക് ബുക്ക് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഈ വീഡിയോയിൽ നമ്മൾ വർക്ക് ഷീറ്റിൽ ഡാറ്റ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ആ ഡാറ്റയെ എങ്ങനെയൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. നമുക്കിപ്പോൾ ആദ്യം ഒരു ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നെ തുടങ്ങാം. ഇന്ന് നമ്മൾ മന്ത്ലി എക്സ്പെൻസ് ട്രാക്കിംഗ് ഡാറ്റയാണ് ഇവിടെ എൻ്റർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഫിനാൻസ് ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എൻ്റർ അടിച്ച് ചെയ്യുമ്പോൾ ആ ഡാറ്റ എൻ്റർ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഡാറ്റ പ്രോപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് അതൊക്കെ ഫിക്സ് ചെയ്യാം. പിന്നെ നമ്മളൊരു ഗ്യാപ്പ് വിട്ടിട്ട് അതിൻ്റെ താഴെ നമ്മൾ ഇൻകം എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമ്മൾ എൻ്റർ അടിച്ച് ഡാറ്റ എൻ്റർ ആവുന്നു. ഇതിൻ്റെ താഴെ നമുക്ക് കുറച്ച് ഇൻകം കാറ്റഗറീസ് അടിക്കാം. സാധാരണ നമ്മുടെ മെയിൻ ഇൻകം കാറ്റഗറിയാണ് ജോബ്. അപ്പോൾ നമുക്ക് ജോബ് എന്ന് ടൈപ്പ് ചെയ്യാം. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് അതർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ആഡ് ചെയ്യാം. ജനറൽ ആയിട്ടുള്ള എന്ത് കാറ്റഗറി വേണമെങ്കിലും നമുക്ക് ഈ അതറിൽ എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സ്പേസ് വിട്ടിട്ട് നമ്മൾ അടുത്ത സെല്ല് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എക്സ്പെൻസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിൻ്റെ താഴെ നമ്മൾ കുറച്ച് എക്സ്പെൻസ് കാറ്റഗറീസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ഹൗസിംഗ് ലോൺ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് എൻ്റർ ചെയ്യാം. ലോൺ എന്ന് എൻ്റർ ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലുണ്ട്. ഇലക്ട്രിസിറ്റി എന്ന് എൻ്റർ ചെയ്യാം. പിന്നെ നമുക്ക് ഉള്ളൊരു എക്സ്പെൻസാണ് കാർ ലോൺ. അപ്പോൾ നമ്മൾ കാർ ലോണിന് എൻ്റർ ചെയ്യാം. പിന്നെ നമുക്ക് എക്സ്പെൻസിൽ അതേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഓരോ കാറ്റഗറിക്കും ഒരു വാല്യൂ അസൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം നമ്മുടെ ജോബ് സാലറി 50,000 ആണെന്ന്. പിന്നെ നമുക്ക് അതേഴ്സിൽ നിന്നൊരു 5,000 ഇൻകം ഉണ്ടെന്ന് ആഡ് ചെയ്യാം. പിന്നെ എക്സ്പെൻസിൽ ഹൗസിംഗ് ലോൺ നമുക്കൊരു 20,000 ആഡ് ചെയ്യാം. ഇലക്ട്രിസിറ്റി ആയിട്ട് നമുക്കൊരു 1,000, കാർ ലോണിൽ ഒരു 12,000 ആഡ് ചെയ്യാം. പിന്നെ അതേഴ്സിൽ ഒരു 4,000. അപ്പോൾ ഇത്രയും ഏരിയയാണ് നമ്മൾ ഈ വർക്ക്ഷീറ്റിൽ ആകെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ സൂം ചെയ്ത് അടുത്ത് കാണാം. അപ്പോൾ നമ്മൾ ഈ കോർണറിൽ വന്നിട്ട് പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ നമ്പേഴ്സ് എല്ലാം റൈറ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സലിൻ്റെ ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ്. നമ്പേഴ്സ് എപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് റൈറ്റ് സൈഡിലേക്ക് അലൈൻഡ് ആയിരിക്കും. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോസിൻ്റെ പ്ലേസും ഹൺഡ്രഡ്സിൻ്റെ പ്ലേസും 1000ൻ്റെ പ്ലേസ് എല്ലാം ഒരേ ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എസ്പെഷ്യലി നമ്മൾ ഡെസിമൽസ് ഒക്കെ എൻ്റർ ചെയ്യുമ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഈ അലൈൻമെൻറ്റ് എങ്ങനെയാണ് മാനുവലി ചേഞ്ച് ചെയ്യുന്നതെന്നാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ അലൈൻമെൻറ്റ് കുറച്ചുകൂടെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷീറ്റ് 2ൽ ഒരു ഡാറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അലൈൻമെൻറ്റ് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കാം. ഒരു സെല്ലിൽ നമ്മൾ ഡാറ്റ എന്ന് എൻ്റർ ചെയ്തു. ഇത് കുറച്ച് സൂം ചെയ്ത് വെച്ചേക്കുന്നതാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ റിബണിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഈ അലൈൻമെൻറ്റ് സെക്ഷനിൽ തന്നെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ കുറച്ച് ഐക്കൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓരോ ഫീച്ചറും യൂസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാം ഇത് അലൈൻ ലെഫ്റ്റ് സൈഡിലേക്കാണ്, ഇത് ബോട്ടമിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അലൈൻ സെൻറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെൻറ്ററിലേക്ക് വരും. അലൈൻ റൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് വരും. അതുപോലെ തന്നെ ഇതിപ്പോൾ ഏറ്റവും ബോട്ടത്തിലാണ്. അലൈൻ മിഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിഡിലേക്ക് വരും. ടോപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടോപ്പിലേക്ക് വരും. സാധാരണ ഒരു ഡാറ്റ ഏറ്റവും വൃത്തിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഹൈറ്റ് വൈസും അതിൻ്റെ വിഡ്ത്ത് വൈസിലും സെൻറ്റർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനിലും സെൻറ്റർ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സാക്ട്ലി അതിൻ്റെ നടുക്ക് കിട്ടും. ഇതാണ് ഡാറ്റ അലൈൻമെൻറ്റ് ഫീച്ചർ. ഇനി നമ്മുടെ ഫിനാൻസ് ട്രാക്കറിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റ് ഫുള്ള് നമുക്ക് സെൻറ്ററായിട്ട് അലൈൻ ചെയ്യാം. നമ്പേഴ്സ് എല്ലാം റൈറ്റ് അലൈൻഡ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് ഈ ഫിനാൻസ് ട്രാക്കറിനെയും സെൻറ്ററിലാക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഒരു സെല്ല് സെലക്ട് ചെയ്യാനാണ് പഠിച്ചത്. ഇനി നമുക്ക് ഈ ഗ്രൂപ്പ് ഓഫ് സെല്ല് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ സെല്ല് ഫുള്ള് സെലക്റ്റായി. ഇനി നമുക്കിതെല്ലാം സെൻറ്റർ അലൈൻ ചെയ്യാം. നമ്പേഴ്സിനെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഫിനാൻസ് ട്രാക്കറിനെ സെൻറ്ററായിട്ട് അലൈൻ ചെയ്യാം. ഇനി നമ്മൾ ഈ അലൈൻമെൻറ്റിൻ്റെ അടുത്ത് നോക്കുവാണെങ്കിൽ ഇതിന് വേറൊരു ഓപ്ഷനാണ് മെർജ് സെൻറ്റർ എന്ന്. അതായത് നമുക്ക് രണ്ട് സെല്ലുകൾ ഒന്നായിട്ട് മെർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ A1ഉം B1 സെലക്ട് ചെയ്തിട്ട് ഈ മെർജ് സെൻറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രണ്ട് സെല്ലും കൂടെ മെർജ് ചെയ്ത് ഒരു സെല്ലാവും. അപ്പോൾ വലിയൊരു ഡാറ്റ ഒരു സെല്ലിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഫുള്ള് ഡാറ്റ കാണിക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സെല്ലുകളൊക്കെ മെർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റയെ ഫുള്ള് നമുക്ക് വിസിബിൾ ആക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ എൻ്റർ ചെയ്ത ഡാറ്റയെ എങ്ങനെ മോഡിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ഹൗസിംഗ് ലോണായിട്ട് എൻ്റർ ചെയ്ത് 20,000 ആണ്. ഈ 20,000നെ നമുക്ക് 22,000 ആക്കി മാറ്റണം. അതിന് നമുക്ക് രണ്ട് മെത്തേഡാണുള്ളത്. ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ ഈ സെല്ല് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ബാക്ക് സ്പേസ് അടിച്ച് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ 22,000 ആക്കി എൻ്റർ ചെയ്യുന്നു.
രണ്ടാമത്തെ മെത്തേഡിൽ നമുക്കിത് തിരിച്ച് 20,000 ആക്കണമെങ്കിൽ ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് 20,000 ആക്കാൻ പറ്റും. എന്നിട്ട് എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ എൻ്റർ ആവും. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ സ്റ്റാറ്റസ് ബാറിനെ കുറിച്ച് പഠിച്ചു. ഒരു എക്സൽ ഷീറ്റിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ഈ സെല്ല് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാറ്റസ് ബാറിൻ്റെ ഈ കോർണറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കാണാം ഇവിടെ റെഡി എന്ന് എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ ഈ സെല്ല് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ കോർണറിൽ നോക്കുവാണെങ്കിൽ കാണാം നമ്മുടെ സ്റ്റാറ്റസ് റെഡിയിൽ നിന്ന് മാറി എഡിറ്റിലേക്കായി. അതായത് ഇപ്പോൾ ഒരു എഡിറ്റ് മോഡിലാണ് നിൽക്കുന്നതെന്നാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ കോർണറിൽ നമ്മൾ വീണ്ടും നോക്കുവാണെങ്കിൽ എൻ്റർ മോഡ് എന്ന് കാണും. അപ്പോൾ എക്സലിൽ മെയിനായിട്ട് 3 മോഡുകളാണുള്ളത്: റെഡി മോഡ്, എൻ്റർ മോഡ്, എഡിറ്റ് മോഡ്. റെഡി മോഡിൽ നമ്മളൊരു സെല്ല് സെലക്ട് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ എൻ്റർ ചെയ്യാൻ പറ്റും. എൻ്റർ മോഡ് എന്ന് പറയുമ്പോൾ ഒരു ബ്ലാങ്ക് സെല്ല് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡാറ്റ എൻ്റർ ചെയ്യാൻ പറ്റുമെന്നാണ് ഇത് കാണിക്കുന്നത്. എഡിറ്റ് മോഡിൽ നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്ത ഡാറ്റയെ ഡബിൾ ക്ലിക്ക് ചെയ്ത് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് എഡിറ്റ് മോഡ് എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ എന്ത് മോഡിലാണ് നിൽക്കുന്നതെന്ന് അറിയണമെങ്കിൽ സ്റ്റാറ്റസ് ബാറിൻ്റെ ഈ കോർണറിൽ നോക്കിയാൽ മതി. നമ്മളിവിടെ ആദ്യം കണ്ടു നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് നമ്മൾ ഈ കോർണറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിനെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോൾ വർക്ക്ഷീറ്റ് സെലക്ട് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഹോൾ വർക്ക്ഷീറ്റിലൊരു ഫോർമാറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ കോർണറിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്കൊരു റോ മാത്രമാണ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ റോ നമ്പർ എഴുതിയിരിക്കുന്ന ഇവിടെ വരുമ്പോൾ കേഴ്സർ ഒരു ആരോ ആയിട്ട് മാറും. നമ്മളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റോ സെലക്ട് ആവും. കോളമാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ കോളം നെയിമിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കോളം സെലക്ട് ആവും. ഒരു കോളം സെലക്ട് ചെയ്തിട്ട് മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കോളം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് റോയും ചെയ്യാൻ പറ്റും. നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്തു. ഇനി നമുക്കിത് കുറച്ചുകൂടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്ത് ഒരു പ്രസൻറ്റബിൾ മോഡിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡാറ്റയെ ഫുള്ളൊന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ Ctrl+C ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കോപ്പി ആവും. നമുക്കത് ഇന്ന് ഇപ്പുറത്ത് പേസ്റ്റ് ചെയ്യാം. Ctrl+V ഞെക്കിയിട്ടുണ്ടെങ്കിൽ പേസ്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ഈ റിബണിൽ ഇവിടെ കോപ്പി, കട്ട്, പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഈ റിബണിൽ ക്ലിക്ക് ചെയ്താലും ഈ കമാൻഡ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം ഫിനാൻസ് ട്രാക്കർ എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് കുറച്ചുകൂടെ ബോൾഡ് ആക്കാം. നമ്മൾ ഈ ബിയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബോൾഡ് ആവും. സൈസ് കൂട്ടണമെങ്കിൽ നമ്മൾ ഈ ഡ്രോപ്പ് ഡൗണിൽ വന്നിട്ട് നമ്മൾ സൈസ് സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സൈസ് അതിനനുസരിച്ച് ഇൻക്രീസ് ആവും. പിന്നെ നമുക്കിവിടെ ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. തൽക്കാലം ഞാൻ ഫോണ്ട് മാറ്റുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഫോണ്ടാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ആ ഫോണ്ടിലേക്ക് മാറ്റാൻ പറ്റും. ഫോണ്ട് സൈസിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു എയും വലിയൊരു എയും ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ഇൻക്രിമെൻറ്റ്സ് ആയിട്ട് ഫോണ്ട് സൈസ് ഇൻക്രീസോ ഡിക്രീസോ ചെയ്യണമെങ്കിൽ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഫിനാൻസ് ട്രാക്കറിന് ഒരു കളർ ആഡ് ചെയ്യാം. അപ്പോൾ ഫോണ്ടിൻ്റെ കളർ മാറ്റണമെങ്കിൽ ഈ ലെറ്റർ എ എന്ന് കാണിച്ചിരിക്കുന്ന അവിടെ വന്നിട്ട് ഈ സൈഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ബഞ്ച് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് തൽക്കാലം ഫോണ്ടിൻ്റെ കളർ മാറ്റണ്ട. നമുക്ക് ഈ സെല്ലിൽ കുറച്ച് കളർ ഫില്ല് ചെയ്യാം. ഈ ഫോണ്ട് കളറിൻ്റെ സൈഡിലുള്ള ഓപ്ഷനാണ് ഫിൽ കളർ. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിലേതെങ്കിലും കളർ സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സെല്ല് മൊത്തം ഫില്ലാവുന്ന കാണാം. അപ്പോൾ നമുക്കൊരു ലൈറ്റ് യെല്ലോ അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ ഇൻകം കാറ്റഗറി എടുത്തിട്ട് നമ്മൾ അതിൽ ഒരു ലൈറ്റ് ഗ്രീൻ കളർ അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെൻസ് കാറ്റഗറീന് ഒരു ലൈറ്റ് ഓറഞ്ച് കളർ ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഇൻകം കാറ്റഗറി മൊത്തം സെലക്ട് ചെയ്തിട്ട് നമുക്കതിനെ ബോർഡർ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഒരു സൈഡ് മാത്രമായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഓൾ ബോർഡേഴ്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ സെല്ലിൻ്റെയും ബോർഡർ ആവും. പിന്നെ നമുക്ക് തിക്ക് ഔട്ട്സൈഡ് ബോർഡർ കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ഓൾ ബോർഡേഴ്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാ സെല്ലിലും ബോർഡർ ആഡ് ചെയ്തു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എക്സ്പെൻസ് കാറ്റഗറിയിലും ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സ്പെൻസ് കാറ്റഗറി ഫുള്ള് സെലക്ട് ചെയ്തിട്ട് വീണ്ടും പോയിട്ട് ബോർഡർ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതിൽ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഫോർമാറ്റ് പെയിൻറ്റർ. അപ്പോൾ നമ്മൾ ഈ റിബണിൽ വരുമ്പോൾ ഇവിടെ ഈ കോർണറിൽ ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞ ടൂള് ഒരു സെല്ലിൻ്റെ ഫോർമാറ്റ് കോപ്പി ചെയ്തിട്ട് അടുത്ത സെല്ലിൽ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്യേണ്ട സ്ഥലത്ത് നിന്ന് ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഫോർമാറ്റ് പെയിൻറ്റർ അടിക്കുന്നു. അപ്പോൾ ആ ഫോർമാറ്റ് കോപ്പി ആവും. ഇനി നമുക്ക് ഈ ഫോർമാറ്റ് എവിടെയൊക്കെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് ആ സെല്ല് മൊത്തം നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോപ്പി ചെയ്ത സെല്ലിൽ
കളറൊന്നും ഫിൽ ചെയ്തിട്ടില്ല, അതിന് ബോർഡർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോർമാറ്റും കോപ്പിയായി രണ്ടാമത് നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാം എക്സ്പെൻസ് എന്ന് പറയുന്ന സെല്ലിൽ നമ്മൾ ഓൾറെഡി കളർ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെല്ലിൻ്റെ ഫോർമാറ്റ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബോർഡർ വന്നു, പിന്നെ നോ കളർ എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് മാറി ഈ സെല്ലുകളെല്ലാം. വീണ്ടും നമുക്ക് എക്സ്പെൻസ് എന്ന് പറയുന്ന സെല്ലിന് നമുക്ക് ലൈറ്റ് ഓറഞ്ച് കളർ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഈ ഫിനാൻസ് ട്രാക്കർ എന്ന് പറയുന്ന ഫുൾ ഡാറ്റയ്ക്ക് ഒരു തിക്ക് ബോർഡർ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും ബോർഡറിൽ പോകുന്നു, എന്നിട്ട് ഇവിടെ തിക്ക് ബോർഡർ ഔട്ട്സൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം ഒരു തിക്ക് ബോർഡർ അപ്ലൈ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഒന്നോടെ ഫോർമാറ്റ് പെയിൻറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഡാറ്റയുണ്ട്, സെയിം ഡാറ്റ തന്നെ ഇപ്പുറത്തുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമുള്ള ഡാറ്റയിൽ കളറും ബോർഡറൊക്കെ രണ്ടാമത്തെ ഡാറ്റയിൽ ഒറ്റയടിക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഈ സെല്ല് ഫുള്ള് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഫോർമാറ്റ് പെയിൻറ്റർ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എവിടെയാണോ നമുക്ക് വേണ്ടത് ആ സെല്ലുകൾ മൊത്തം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം ഇവിടുത്തെ സെയിം ഫോർമാറ്റ് ഒറ്റ ക്ലിക്കിൽ തന്നെ നമ്മൾ ഇപ്പുറത്തും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഫോർമാറ്റ് പെയിൻറ്ററിൻ്റെ യൂസ്. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ എക്സൽ അത് ഡീഫോൾട്ടായിട്ട് റൈറ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യുമെന്ന്. അപ്പോൾ അതൊരു ഫോർമാറ്റാണ്. ഒരു യൂസറിന് ഈ ഫോർമാറ്റ് മാനുവലി മാറ്റാൻ പറ്റും. ഇനി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ റിബണിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമ്പർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗണും ഉണ്ട്. നമ്മൾ ഈ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണാം നമ്പർ, കറൻസി, ഡേറ്റ്, ടൈം, പെർസെൻറ്റേജ്, ഫ്രാക്ഷൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്കിവിടെ കറൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫിനാൻസ് ട്രാക്കറിൽ എൻ്റർ ചെയ്തിരുന്ന ഡേറ്റയെല്ലാം വെറും നമ്പറല്ല, അതെല്ലാം കറൻസിയാണ്. അപ്പോൾ നമ്മൾ ഈ സെല്ലിൽ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ പോയിട്ട് കറൻസി എന്ന് പറഞ്ഞ ഫോർമാറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം ഡോളർ സൈൻ വന്നു, പിന്നെ 1000ൻ്റെ പ്ലേസ് കഴിയുമ്പോൾ കോമയുണ്ട്, പിന്നെ ഡെസിമൽ പോയിൻറ്റ് 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കറൻസി ഫോർമാറ്റ് എക്സ്പെൻസിലേക്കും ആഡ് ചെയ്യാം. നമ്മൾ ഈ ഡ്രോപ്പ് ഡൗണിൽ പോകുന്നതിന് പകരം ഇവിടെ ക്വിക്കായിട്ട് കറൻസിയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഫോർമാറ്റ് അപ്ലൈ ആവും. അപ്പോൾ നമ്മളെപ്പോഴും കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ഈ കറൻസി ഫോർമാറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു ക്യാഷ് ഡീലിംഗ് ആണെന്ന് മനസ്സിലാവും. നമുക്കിനി കൂടുതൽ ഫോർമാറ്റുകൾ ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ടി നമുക്ക് ഷീറ്റ് 3ലേക്ക് പോവാം. അപ്പോൾ ഈ ഷീറ്റിന് ഞാൻ കുറച്ച് സൂം ചെയ്തിട്ടുണ്ട്. പിന്നെ A1 എന്ന് പറഞ്ഞ സെല്ലിൽ ഞാൻ 9 എന്നുള്ള നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 9ൽ ഡിഫറെൻറ്റ് ഫോർമാറ്റ് അപ്ലൈ ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഈ 9നെ കോപ്പി ചെയ്ത് താഴേക്ക് പേസ്റ്റ് ചെയ്യാം. Ctrl+C ഞെക്കിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ല് സെലക്ട് ചെയ്ത് Ctrl+V പ്രസ് ചെയ്യാം. നമുക്കിവിടെ ഒരു 5 സെല്ലിൽ സെയിം നമ്പർ തന്നെ നമ്മൾ എൻ്റർ ചെയ്തു. ഇനി ഓരോ സെല്ലിൽ നമുക്ക് ഓരോ ഫോർമാറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്പർ എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഇതിപ്പോൾ ബൈ ഡീഫോൾട്ട് ഒരു ജനറൽ ഫോർമാറ്റിലാണ്. നമുക്ക് ആദ്യം നമ്പർ ഫോർമാറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് 9.00 എന്നായി. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്പർ ഫോർമാറ്റ് എന്ന് കാണാം. ഇനി അടുത്ത സെല്ലിനെ നമുക്ക് നെക്സ്റ്റ് ഫോർമാറ്റ് അപ്ലൈ ചെയ്യും. നമ്മൾ കറൻസി അപ്ലൈ ചെയ്യുന്നു. ഇനി അടുത്ത സെല്ലിനെ നമുക്ക് ഡേറ്റ് വേണ്ട, ടൈം വേണ്ട, നമുക്കൊരു പെർസെൻറ്റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. 4ാമത്തെ സെല്ലിൽ നമുക്ക് ഇനി അടുത്ത ഫോർമാറ്റ് അപ്ലൈ ചെയ്യാം. പിന്നെയുള്ളത് ഫ്രാക്ഷനാണ്. അപ്പോൾ നമുക്കൊരു ഫ്രാക്ഷണൽ നമ്പർ ആഡ് ചെയ്യാം. നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആരോ കീ വെച്ച് ഇപ്പുറ സൈഡിൽ വരും. 9.5 എന്ന് നമുക്ക് എൻ്റർ ചെയ്യാം. നമ്മൾ ആ സെല്ല് ഒന്നോടെ സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു ഫ്രാക്ഷനായിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കണ്ടു 9/1/2 എന്നായത്. അതുപോലെ തന്നെ നമ്മളിവിടെയും 9.5 എന്ന് എൻ്റർ ചെയ്യാം. ഇനി ഈ സെല്ലിന് നമുക്ക് അടുത്ത ഫോർമാറ്റ് തന്നെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സയൻറ്റിഫിക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കണ്ടു സെയിം നമ്പറിൽ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഫോർമാറ്റ് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ എങ്ങനെയാണ് ഈ വാല്യൂസൊക്കെ മാറുന്നതെന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഡാറ്റ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു, അതെങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നതെന്നും, അതെങ്ങനെയാണ് പല രീതിയിലുള്ള ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഫോർമാറ്റിംഗ് കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വർക്ക്ഷീറ്റ് ആസ് എ ഹോൾ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അവൈലബിൾ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബിഗിനർ സീരീസിൻ്റെ 3ാമത്തെ വീഡിയോയിലൂടെ വീണ്ടും കാണാം.